പിണറായിയുടെ പ്രശ്നം ഈ വി എസ് അച്യുതാനന്ദയും കൂടി ഇങ്ങനെ നടന്നപ്പം വി എസ് നിറഞ്ഞു നിൽക്കുക നാട് കൂടി. അത് പിണറായിക്ക് ഇഷ്ടപ്പെട്ടു. ആ വൈരാഗ്യമാണ് അയാൾ എന്നോട് കാണിച്ചത്. അതിൻ്റെ വൈരാഗ്യത്തിന് പിണറായി വിജയൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. ഓർക്കരുത് എങ്ങനെ പ്രതിപക്ഷം പിണറായി വിജയൻ ഇങ്ങനെ താങ്ങി കൊടുക്കുന്നതാണ് പ്രതിപക്ഷമാണ്. എനിക്ക് ആ മനുഷ്യൻ്റെ സ്നേഹം അത്ര വലുതാണ്. ഞാൻ അന്നും ഒരു പുള്ളിയുടെ ഒരു ആരാധനയാണ്. വർഗീയ പ്രാന്തന്മാരുണ്ട്, SDP പ്രാന്തന്മാർ, അല്ലെ ഈ ഗോപ്രഫണ്ട് പ്രാന്തന്മാർ, അവന്മാരെ ഉള്ളി വൃത്തികൾ പറയുന്നത് വേറെ ആരും ഇതും വൃത്തികൾ പറയാനില്ല. ആ BJP ചേർന്ന് എൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് എന്നെ സംരക്ഷിക്കാൻ ആളുണ്ടല്ലോ ദൈവമേ. മോഹൻദാസ് ആ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്നാണ് പറയുന്നത്. അത് മോഹൻദാസിൻ്റെ അഭിപ്രായം പറഞ്ഞു, അതൊക്കെ പറയാം. പക്ഷേ വിയോജിപ്പല്ലോ പ്രശ്നം. അതായത് മോഹൻദാസിനെ പിള്ളേർക്ക് ഇനിയൊന്നും ആയനും കാര്യമൊന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ എന്നാ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അർത്തങ്കപ്പള്ളി എന്ന് പറയുമ്പോൾ ഇത്രയും പുണ്യപുരാതനമായ ക്രൈസ്തവ ദേവാലയം എന്ന നിലയിൽ അവിടെ നടക്കുമ്പോൾ അതിനകത്ത് അത് ക്ഷേത്രമായിരുന്നില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം എനിക്കില്ല. എനിക്ക് തൻ്റെ ഇടമില്ല. കാരണം ഈ നമ്മുടെ പള്ളികളിലെല്ലാം ഇവിടെ പറയാം, ഇവിടെ നയനാര് പള്ളിയുണ്ട്, മുസ്ലിങ്ങളാണ്. അത് ക്ഷേത്രമായിരുന്നു എനിക്കറിയാം, ബോധമുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ അത് മുസ്ലിം പള്ളിയായി ഇപ്പോൾ എത്ര കൊല്ലമായില്ലേ. അപ്പം അതെല്ലാം പണ്ട് ഹിന്ദുവായിരുന്നു ക്ഷേത്രമായിരുന്നു എല്ലാം തിരിച്ച് ക്ഷേത്രമാക്കണമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായി മാറും. അങ്ങനെ വിവരമുള്ളവരാരും പറയില്ല എന്ന് എൻ്റെ വിശ്വാസം. പക്ഷേ രാമക്ഷേത്രം പ്രത്യേകതയുണ്ട്. രാമൻ എന്ന് പറയുന്ന ഒരു ജീവനാണ്, ഒരു മതവിശ്വാസികളുടെ കേന്ദ്രബിന്ദുവാണ്. ആ രാമൻ്റെ ജന്മസ്ഥലം സംരക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞ് തെറ്റെന്താ? അത് വിട്ടുവിടും. എന്താ മുസ്ലിങ്ങൾ പറഞ്ഞു അതിനെപ്പറ്റി ഇതിൻ്റെ സുപ്രീം കോടതി ഒരു കമ്മീഷനെ വെച്ചു. ആ കമ്മീഷനുള്ളൊരു മുസ്ലിമുണ്ട്, അങ്ങയുടെ ലേഖനം വായിച്ചാൽ മതി. പുള്ളി പടം സഹിതമാണ് രാമക്ഷേത്രം അത് റിയാലിറ്റിയാണെന്നും രാമൻ്റെ ക്ഷേത്രമാണെന്നും അവിടെ ക്ഷേത്രത്തിനെ പണിയെന്ന് റിപ്പോർട്ട് എഴുതിയ ആളാണ്. രാമനൊരു പുരാതന കഥാപാത്രമൊന്നുമല്ല, ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു വിശ്വസിക്കുന്നു. എന്താ സംശയം? 100%. അത് ശബരിമല അയ്യപ്പൻ ഞാൻ വിശ്വസിക്കുന്നു. അയ്യപ്പൻ ഒരു സത്യമല്ലേ, 12 കൊട്ടാരത്തിൽ ജനിച്ചതെന്ന് ആർക്കറിയത്തില്ലാത്ത. ആ സത്യങ്ങളൊക്കെ അംഗീകരിക്കണം. നിങ്ങളുടെ വിശ്വാസം ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, നിങ്ങളുടെ ഇപ്പം മുഹമ്മദ് നബി ഇല്ലെന്ന് പറഞ്ഞ കാര്യം ഇരിക്കണം ഉണ്ടെന്ന് നിങ്ങളത് സത്യമല്ലേ? അതാണ് ശബരിമല അയ്യപ്പനുള്ളതാണ് നമ്മളിന്ന് നിഷേധിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവരുടെ ദേവാലയങ്ങൾ തകർക്കുന്നതിൽ പ്രശ്നമില്ല. തകർക്കേണ്ട കാര്യമില്ലല്ലോ. എന്തിനു തകർക്കുന്നത്? ദേവാലയങ്ങൾ എന്തിനാണ് തകർക്കുന്നത്? ഈ രാമജന്മഭൂമി എന്ന് അത് പ്രത്യേകതയുണ്ടെന്ന് അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഈ അവിടെ ശ്രീരാമ ജനിച്ച് ആ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. ആ ഭൂമിയിൽ രാമക്ഷേത്രം വേണം, അവിടെ ഈ പറ്റുകയില്ലെന്നാണ് പറഞ്ഞത്. അത് പ്രധാനം വളരെ തന്മയത്വമായിട്ട് ചെയ്ത് തീർത്തില്ലേ. അദ്ദേഹം തന്നെ പോയി അവിടെ പല പ്രാവശ്യം പോയി മുസ്ലിങ്ങളുമായിട്ട് സംസാരിച്ചു. മുസ്ലിങ്ങളുടെ അനുവാദത്തോട് തന്നെ അവിടെ ക്ഷേത്രം പണിതു. തൊട്ടപ്പുറത്ത് 10-25 ഏക്കർ സ്ഥലം എടുത്ത് മുസ്ലിം ദേവാലയം പണിയാൻ കൊടുത്തു. അവിടെ അവർക്കും തർക്കമില്ല, ആർക്കും തർക്കമില്ല. വർഗീയ പ്രാന്തന്മാരുണ്ട്, SDP പ്രാന്തന്മാർ, അല്ലെ ഈ ഗോപ്രഫണ്ട് പ്രാന്തന്മാർ, അവന്മാരെ ഉള്ളി വൃത്തികൾ പറയുന്നത് വേറെ ആരും ഇതും വൃത്തികൾ പറയാനില്ല. ലീഗുകാരങ്ങൊന്നും ആരും പറയില്ല. പാണക്കാട് തങ്ങൾ പറയട്ടെ, സമ്മതിച്ചേക്കാം. ലീഗുകാർ കുഞ്ഞാലിക്കുട്ടിയോ പാണക്കാട് തങ്ങളോ അല്ല പറയട്ടെ, സമ്മതിക്കാം. വിയോജിപ്പില്ലാത്ത ആളുകളാണെന്നാണ്. അവരെല്ലാം രാമക്ഷേത്രം നേരത്തെ പാണക്കാട് തങ്ങൾ ഭയങ്കര അഭിനന്ദിച്ചല്ലോ. പിന്നെന്താ? ശരി, തിരിച്ച് നമുക്ക് കേരള രാഷ്ട്രീയത്തിലേക്ക് വരാം. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ആദ്യം കോൺഗ്രസിൻ്റെ ഭാഗമായി PC ജോർജിയുടെ മത്സരിക്കുന്നു, അല്ലെങ്കിൽ പിന്നീട് LDF പാളയത്തിലേക്ക് പോകുന്നു, പിന്നീട് ഇപ്പോൾ BJPയിലേക്ക് വരുന്നു വർഷങ്ങൾക്ക് ശേഷം. പിന്നീട് ഇടയ്ക്ക് സ്വന്തമായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച് എല്ലാവരെയും തോൽപ്പിച്ച് മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുന്നു. താങ്കളിങ്ങനെ ഒരു പാർട്ടിയിൽ നിന്ന് അടുത്ത പാർട്ടിയിലേക്ക് പോകുന്നത് കൊണ്ട് മലയാളികളുടെ നിതീഷ് കുമാറാണ് താങ്കൾ എന്ന് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നുണ്ട്. അതിനോടെന്താണ്? പ്രതിപക്ഷം അടിപൊളി ഏതാ പ്രതിപക്ഷം? എവനാ പ്രതിപക്ഷം? കോൺഗ്രസ് അടക്കമുള്ള കോൺഗ്രസ് എങ്ങനെ പ്രതിപക്ഷമാകും? പിണറായി വിജയൻ ഇങ്ങനെ താങ്ങി കൊടുക്കുന്നതാണ് പ്രതിപക്ഷമാകും. രണ്ടും ഒന്നല്ലേ? ഇവിടെ കേരളത്തിൽ ഒന്നാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോയില്ല, അത് പറഞ്ഞുതരാം. അത് തന്നെയല്ല, ഞാൻ 80-ൽ MLA ആയി, 82-ൽ MLA ആയി. അത് കഴിഞ്ഞ് 96-ലാണ് ഞാൻ മത്സരിക്കുന്നത്. അന്ന് ഈ സംഭവം ഞാൻ VS അച്യുതാനന്ദൻ്റെ പക്ഷം, ഞാൻ VSുമായിട്ട് വളരെ ബന്ധത്തിലായിരുന്നു. അത് എനിക്ക് വ്യക്തിപരമായ ബന്ധമാണ്. അതിൻ്റെ വൈരാഗ്യത്തിന് പിണറായി വിജയൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. അതിൻ്റെ കൊല്ലാന്ന് പറഞ്ഞാൽ തീർത്തെടുക്കാൻ. ഇവിടുന്ന് 4 പ്രാവശ്യം ഇവിടുന്ന് പോലീസിനെ കൊണ്ടുപോയില്ലേ, 4 പ്രാവശ്യം. അങ്ങനെ.
ഈയൊക്കെ ഭയങ്കര വൈരാഗ്യം. ഞാൻ അതായത് വി എസ് മുഖ്യമന്ത്രിയായ സമയത്ത് പിണറായി ആകേണ്ടതായിരുന്നു. ഞാൻ കാരണമാണ് ജനകീയനായി വി എസ് മാറി എന്നുള്ളതാണ് ഇങ്ങനെ പരാതി. ശരി, ഞാൻ വിട്ടേക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ബന്ധപ്പെട്ട വസ്തുതകൾ എന്തൊക്കെയാണ് അദ്ദേഹം സത്യമാണ്. ഞാൻ വി എസ് ഇങ്ങനെ ആരോടും വലിയ മിണ്ടാതെ ഇങ്ങനെ വലിയ കടുംപിടുത്തക്കാരനായിട്ട് വീട്ടിലിരിക്കുന്നവരായിരുന്നു. എന്നെ വലിയ ഇഷ്ടവുമായിരുന്നു. അത് കാരണം എന്താ വെച്ചാൽ ഞാനും അങ്ങേരോട്ടുള്ള ബന്ധം എന്താ വെച്ചാൽ അങ്ങേരെ പൂഞ്ഞാറിൽ വന്ന് ഇവിടെ ഒളിച്ചിരുന്നു. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരില്ലാത്ത നാടായതുകൊണ്ട് ഒട്ടും കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇവിടെ വി എസ് ഒളിച്ചിരിക്കുന്ന പോലീസ് വിചാരമില്ലായിരുന്നു. അതുകൊണ്ട് ആലപ്പുഴയിൽ നിന്ന് പുള്ളി പാർട്ടി നിർദ്ദേശിച്ച് പുള്ളി ഒളിച്ചിരുന്ന് ഇവിടെ വന്ന് നമ്മുടെ ഈ കല്ലേക്കുളത്ത് പൂഞ്ഞാർ ടൗണിനടുത്ത് ഉള്ള ഒരു കുടുംബത്തിലാണ് നമ്മുടെ പുരുഷോത്തം പറയും, പുരുഷോത്തം സാറിൻ്റെ വീട്ടിലാണ് ഒളിച്ചിരുന്നത്. എല്ലാം രാവിലെ 5 മണിക്ക് പുള്ളി തോട്ടിലിറങ്ങി കുളിക്കും. ആരോ കൃത്യമായിട്ടുള്ളത് ഒട്ടിക്കൊടുത്തു എന്ന് പറയപ്പെടുന്നു, ആരാന്ന് അറിയത്തില്ല. ഏതായാലും രാവിലെ കുളിക്കാൻ വന്ന പുള്ളി പോലീസ് പിടുത്തം വേണം. അവിടെ മുതൽ ഇടി, പോലീസിനെ ഇടിച്ച് അന്ന് ഇവിടെ സ്റ്റേഷനില്ല, സ്റ്റേഷൻ അവിടെ പാലായില്ല, അവിടം വരെ ഇടിച്ചു കൊണ്ടുപോയി. എന്നുവെച്ചാൽ അന്ന് പുള്ളി കാലിൻ്റെ അകത്ത് ബാനറ്റൊക്കെ കുത്തിക്കറ്റ് പോയി ചെയ്തു. ബാനറ്റ് ഇപ്പോഴും പാടുണ്ടാ കാലക്കിടപ്പ്. ഞാനിങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഈ മനുഷ്യൻ വെറുതെ ഇങ്ങനെ മനുഷ്യൻ കുത്തിവീശല്ലോ. ഞാൻ അങ്ങനെ ചോദിച്ചു, ഇങ്ങനെ സഖാവിൻ്റെ കാലെ ബാനറ്റ് കുത്തിയ പാടുണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി ഉടനെ കാലെടുത്ത് ചോദിച്ചു. എനിക്കത് പറ്റുകയില്ല. നോക്കിയപ്പോൾ പാട് കിടപ്പുണ്ട്. ഞാൻ മതിച്ച മര്യാദയായിപ്പോയി. സാരമില്ലൂടും, അത് അന്നത്തെ കാലത്ത് അവരുടെ വൈരാഗ്യം തീർത്താന്നതിനോട് ഇതെല്ലാം പുള്ളി ക്ഷമിക്കുക. എനിക്ക് ആ മനുഷ്യൻ്റെ സ്നേഹം അത്ര വില. ഞാൻ അന്നും ഒരു പുള്ളിയുടെ ഒരു ആരാധകനായി മാറി. അപ്പോൾ ഞാൻ ചെന്ന് പറയും, മൂന്നാർ അവിടെ ചെറുക്ക് ഉണ്ടായിച്ചൊക്കെ നമുക്കൊന്ന് പോകണമല്ലോ, പോയേക്കാം. പുള്ളി വരും, കൊണ്ടുപോയി അവിടെ ഭയങ്കര എല്ലാ ചാനലും മുഴുവൻ വാർത്തയായി പോയി. അത് കഴിയുമ്പോൾ പീരുമേട്ടിലൊരു 9ാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്തു. അവിടെ ഷഡ്ഡിയെ കണ്ടപ്പം 10-15 തുളയുണ്ട്. ഷഡ്ഡിയാണ് പാവം, ഒന്നുമില്ല അന്ന്. അവിടെ പോയേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ തന്നെ അങ്ങ് പോയാൽ പറ്റുമോ, പാവങ്ങളെ കാണാൻ പോയി അരി കൊണ്ടുപോകണ്ടേ, താൻ എത്ര കൊണ്ടുവരും, ഞാൻ സഖാവ് കൊണ്ടുവരുന്ന എത്ര പോരാ, ഞാൻ ഒരു ലോറി അരി കൊണ്ടുവന്നേക്കാന്ന് പറഞ്ഞു. താൻ 2 ലോറി അരി കൊണ്ടുവരും. ഞാൻ 2 ലോറി അരി കൊണ്ടാണ് പോയി. അവിടെ മുതൽ ഞങ്ങൾ വാഗമണ് വഴി കറങ്ങി എല്ലാവർക്കും 5 കിലോ അരി വെച്ച് കൊടുത്തു. അരി വെച്ച് കൊടുത്തു. 3 ലോറിയല്ലേ, പിന്നെ കൊടുക്കാൻ അരിയല്ലേ ഉള്ളത്. അത് കഴിഞ്ഞ് മതികെട്ടാമല ആന്റണി മുഖ്യമന്ത്രിയാണ്. മതികെട്ടാമല നമ്മുടെ മാന്യന്മാരെല്ലാം കൂടി കയ്യേറി 1000 ഏക്കർ സംഘടിപ്പിച്ചു. നമ്മളത് മനസ്സിലാക്കി വി എസ് കൊണ്ട് പോയി. ഞാനും വി എസ് കൊണ്ട് കാണാൻ പോയി. അവിടെ നമ്മൾ കേരളയുടെ പണി പൊളിഞ്ഞില്ല. AK ആ സ്ഥലം കസ്റ്റഡിയിലെടുത്തു, കേന്ദ്ര ഗവൺമെൻറ് സ്ഥലമാക്കി അവിടെ മാറ്റി. ഇപ്പം അതിനകത്തൊരു കയ്യേറ്റവും ഇല്ല. അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ അങ്ങനെ കൊണ്ട് ചെയ്യിച്ച് ഞാൻ. അതാണ് ഞാനും അങ്ങനെയുള്ള ബന്ധം. പിണറായിയുടെ പ്രശ്നം ഈ വി എസ് അച്യുതാനന്ദയും കൂടി ഇങ്ങനെ നടന്നപ്പം വി എസ് നിറഞ്ഞു നിൽക്കുക നാട് മുഴുവൻ. അത് പിണറായിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ വൈരാഗ്യമാണ് അയാൾ എന്നോട് കാണിച്ചത്. അതായത് വി എസ് അച്യുതാനന്ദനെ ജനകീയനാക്കിയ PC ജോർജിനോട് തീർത്ത വിദ്വേഷം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കൊല്ലാക്കൊല ചെയ്യുന്ന തരത്തിലേക്ക് രാഷ്ട്രീയപരമായി അപ്പം നിവൃത്തിയില്ലാതെ ഞാൻ CPM ന്ന് വിട്ടത്. CPM ഇലക്ഷന് നമ്മുടെ പാർട്ടിയുടെ പ്രതിനിധികളുണ്ട്, നമ്മുടെ സീറ്റ് ഉണ്ട്. ഇലക്ഷന് എല്ലാം കൂടിയിട്ട് നമ്മളെ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു ചേട്ടാ. അപ്പോൾ നമ്മുടെ പാർട്ടിയിൽ നിന്ന് 2-3 പേരെ ചാക്കിട്ട് പിടിച്ചിട്ട് പുള്ളി അവരാണെന്നാണ് പറയുന്നത് പാർട്ടി. എന്നുവെച്ചാൽ അവരെ പാർട്ടിക്ക് LDF വിചാരിച്ച് എന്നെ പുറത്താക്കിയിരുന്നു. ഞാൻ അന്നേരം ഇത് അറിയുന്നു. ഞാൻ തിരിച്ചു വന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ ആലോചിച്ച് അപകടമാണെന്ന് മനസ്സിലായി. വി എസിനൊന്നും ചെയ്യാൻ പറ്റാതായിപ്പോയി. PS-നെയൊക്കെ നിർജ്ജുവാക്കി. അവസാനം പൂഞ്ഞാർ സീറ്റ് മാത്രം തരാൻ നിർബന്ധിതയാണ്. അത് AK ബാലൻ, ഒരു നല്ല മനുഷ്യനാണ് പറഞ്ഞത്. ഈ AK ബാലൻ പറഞ്ഞു, അത് മര്യാദയുടെ നമ്മൾ കാണിക്കുന്നത്. പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞു, ആ സീറ്റ് ജോറിന് കൊടുക്കാതെ മര്യാദ. അങ്ങനെ ജോറ് എനിക്ക് തന്ന് ഞാൻ ജയിച്ചു. ഇത് കഴിഞ്ഞ് പിന്നെ ഈ ഒരുപാട് പോകാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന ഒരു കുഴപ്പമില്ല. പക്ഷേ ഒറ്റയ്ക്ക് പോകുമ്പം എനിക്കിവിടെ ഒറ്റയ്ക്ക് നിന്ന് എൻ്റെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 28,000 ഭൂരിപക്ഷം കിട്ടില്ല. അതല്ല പ്രശ്നം. ഇത് കഴിഞ്ഞ് ഇവിടെ ഒറ്റയ്ക്കുള്ള ഒരു സഹായത്തിന് ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കല്ലേ എല്ലാം. അപ്പോൾ അതിനകത്ത് ഇവിടുത്തെ ഹിന്ദു വർഗീയത, മുസ്ലിം വർഗീയതയൊക്കെ അങ്ങ് ഉണ്ടാകുക. എനിക്കിത് അറിയത്തില്ലല്ലോ. ഞാൻ എല്ലാവരും നമ്മളാണല്ലോ എന്ന് നടക്കുക. ഇലക്ഷൻ സമയമായപ്പോഴത്തേന് വർഗീയത അങ്ങോട്ട് കൂടിയിട്ട് SDPI, പോപ്പുലർ ഫ്രണ്ട് ഇവരെല്ലാം കൂടെ കൂടി ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്നും
SNDP ഒന്ന് ആലോചിക്കുക. SNDP വേണ്ടി നമുക്ക് ഒരു കാര്യമില്ല. ഭീകരമായ ആക്രമണമായി. ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്നെ ആക്രമിച്ച് തോൽപ്പിക്കുക. ഞാൻ അന്ന് തീരുമാനിച്ചു, ഇനി ഇപ്പോൾ വളരെ സന്തോഷം, ഒരു സംരക്ഷണം എനിക്ക് കിട്ടിയിരിക്കുന്നു. അതാണ് ഞാൻ BJP ചേർന്ന് ആദ്യം ചോദിച്ചു, ഇപ്പോഴും പറയുക. ആ BJP ചേർന്ന് എൻ്റെ മനസ്സിനുണ്ടായിരിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത്, എന്നെ സംരക്ഷിക്കാൻ ആളുണ്ടല്ലോ ദൈവമേ എന്നൊരു ചിന്ത എന്നെ നയിക്കുന്നത്. എനിക്ക് വേണ്ടി ചിന്തിക്കാനും ആളുണ്ടല്ലോ. ആ ഒരു ചിന്ത എന്നെ നയിച്ചുകൊണ്ടിരിക്കും. അത്രമാത്രം സന്തോഷത്തിലുമാണ് ഞാൻ. ഇപ്പോഴും ആ തോൽവിയിലൊന്നും വലിയ സങ്കടമൊന്നും അതിനൊന്നും ഇത് ആളുടെ മൈൻഡ് ചെയ്യുന്നു. ഞാൻ അന്ന് തോറ്റ ഞാൻ പിന്നെ അതിനെ മടക്കി കുത്തി പേട്ട കൊടുക്കാൻ പോയത്. എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല.